എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ഇവിടെ എനിക്ക് ലഭിക്കുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആ വ്യക്തിയാണെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓരോ തവണ ചിന്തിക്കും തോറും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ആ പേഴ്സണ് നിങ്ങളോടുള്ള ഇഷ്ടം എത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അത്രമാത്രം നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ പേഴ്സണ് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നുന്നുണ്ട്. മേ ബി നിങ്ങളുടെ എനർജി അങ്ങനെ ആയിരിക്കാം. വളരെ പ്ലേഫുള്ളായിട്ടുള്ള, വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഗ്രഹങ്ങളുള്ള, അതായത് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന ആഗ്രഹമുള്ളതും എന്നാൽ അതൊക്കെ നേടിയെടുക്കാനായിട്ട് വളരെയധികം അധ്വാനിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് ഒത്തിരി സന്തോഷവും തോന്നുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തി ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആരാധകനാണ് അല്ലെങ്കിൽ ആരാധികയാണെന്ന് പറയാം. നിങ്ങളെ അത്രത്തോളം ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സണ് വളരെയധികം സന്തോഷമുണ്ടാകുന്നുണ്ട്. അതുപോലെ നിങ്ങളോടുള്ള ആ പേഴ്സൻ്റെ സ്നേഹം കൂടിക്കൂടി വരുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി, അല്ലെങ്കിൽ ഈ റീഡിങ്ങിൻ്റെ എനർജി നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മേ ബി നിങ്ങൾ ആ പേഴ്സണെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങൾ ആ പേഴ്സണോട് പറയാറുമുണ്ടായിരിക്കാം. പക്ഷേ എത്ര തവണ നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ടായിരിക്കാം, ആ പേഴ്സൺ എന്നെ എത്രത്തോളമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, അതായത് ആ പേഴ്സണെ നിങ്ങൾ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ആ പേഴ്സണെ എത്രത്തോളമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതിലുപരി ആ പേഴ്സണെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ആ പേഴ്സണോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ വെറുതെ ആ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുമായിരിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടായിരിക്കാം. ഇപ്പോൾ എന്നോട് പഴയതുപോലെ ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് പറയാറുണ്ടായിരിക്കാം. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ അങ്ങനെ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എത്രത്തോളമാണ് ആ പേഴ്സണെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആ പേഴ്സണ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങനെ ചോദിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയിക്കോട്ടെ, അതായത് നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും നിങ്ങളുടെ ലവർ ആണെങ്കിലും അവർ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുന്നത് കേൾക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇനി അങ്ങനെയല്ല, ആ പേഴ്സൺ അങ്ങനെ ചോദിക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് ചോദിക്കാറുണ്ടായിരിക്കാം, എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതായത് നിങ്ങളെ എത്രത്തോളം ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ പേഴ്സണോട് ചോദിക്കാറുണ്ടായിരിക്കാം. ഇടയ്ക്കിടയ്ക്കെന്ന് പറയുമ്പോൾ എപ്പോഴും അല്ല കേട്ടോ, ചിലപ്പോഴെങ്കിലും ചോദിക്കാറുണ്ടായിരിക്കാം വെറുതെ.
അപ്പോൾ നിങ്ങളങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളങ്ങനെ ചോദിക്കുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ചിലപ്പോഴെങ്കിലും നിങ്ങളങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ പേഴ്സൺ പറയാറുണ്ടായിരിക്കാം, ഞാൻ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് മേ ബി ആ പേഴ്സൺ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളത് ചോദിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളാ ചോദിക്കുന്ന രീതി ആ പേഴ്സണ് ഇഷ്ടമാണ്, നിങ്ങൾ സംസാരിക്കുന്ന രീതി ആ പേഴ്സണ് ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചോദിച്ചാലും ആ പേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ് നിങ്ങളത് ചോദിക്കുന്ന കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ഓടിയെത്തുന്ന കാര്യം അതാണ്. അതായത് നിങ്ങൾ എത്രത്തോളം ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്നെങ്കിൽ ആ പേഴ്സൺ ചോദിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യം. ഈ ഒരു കാര്യമാണ് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യമെന്ന് പറയുന്നത്. ആദ്യമായിട്ട് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം ചിന്തിക്കുമ്പോൾ ഓടിയെത്തുന്ന കാര്യം അതാണ്. നിങ്ങളിങ്ങനെ ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പേഴ്സണും അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ, അതുകൊണ്ടായിരിക്കാം ആ പേഴ്സണോ നിങ്ങളോ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ലാത്തത് എന്നായിരിക്കാം ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ഇതുവരെ ആ പേഴ്സണും നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ എത്രമാത്രമാണ് ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നതെന്ന്. അതുപോലെ നിങ്ങളും ആ പേഴ്സണോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇതുവരെ ചോദിക്കാത്തത് എന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അതെടുക്കുക. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കുക. നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആ പേഴ്സണോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ ഒരു ദിവസം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞ ദിവസം, ആ ഒരു ദിവസമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം ആദ്യമായിട്ട് ഓടിയെത്തുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള സമയം, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള സമയം, ഈ സമയത്തെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള സമയം, അതിൽ തന്നെ ആ പേഴ്സൺ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞ ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ ദിവസം, ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആദ്യത്തെ കാര്യം അതാണ് എന്ന് പറയാം. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായിട്ട് ഈ ഒരു നിമിഷം ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ ലവർ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, അതായത് നിങ്ങളുടെ ക്രഷ് ആണെങ്കിലും, ആ വ്യക്തിയുടെ മനസ്സിലേക്ക് രണ്ടാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ നിമിഷം രണ്ടാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് ആ പേഴ്സണെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. എന്ന് പറയുമ്പോൾ തമാശയ്ക്ക് ആ പേഴ്സണെ വെറുതെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി, വെറുതെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെറിയ കള്ളങ്ങൾ പറഞ്ഞിട്ട് ആ പേഴ്സണെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ കള്ളം പറയുന്ന സമയത്ത് ആ പേഴ്സണെ മനസ്സിലാവുന്നില്ല. ആ പേഴ്സണെ പറ്റിക്കാൻ വേണ്ടി വെറുതെ, അല്ലെങ്കിൽ ആ പേഴ്സണെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയാറുള്ളതാണ്, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞതാണ് എന്ന് ആ പേഴ്സണെ മനസ്സിലാവാറുണ്ടാവില്ല. എപ്പോഴും ആ പേഴ്സൺ നിങ്ങൾ കള്ളം പറയുന്ന സമയത്ത് അത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ ആ പേഴ്സണ് സാധിക്കാറില്ല. അതായത് ആ പേഴ്സണെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് ആ പേഴ്സണ് മനസ്സിലാവാറില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് അവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ആ പേഴ്സൺ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. എന്താണ് എനിക്കത് മനസ്സിലാവാത്തത്, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാവാത്ത എന്താണ് എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും അത് മനസ്സിലായില്ല എന്ന് ആ പേഴ്സൺ പുറമേ കാണിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആ പേഴ്സണെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നറിയാമായിരുന്നിട്ടും ആ പേഴ്സൺ അത് അറിയില്ലാത്ത പോലെ കാണിക്കാറുണ്ട്, അതായത് പുറമേ കാണിക്കാറുണ്ട്. അതായത് എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും മേ ബി അത് ആ പേഴ്സണ് മനസ്സിലാവുന്നുണ്ടായിരിക്കാം. ഈ സമയത്ത് നിങ്ങളുടെ മുഖത്തുള്ള ഒരു ചിരി ഉണ്ടല്ലോ, സന്തോഷം ഉണ്ടല്ലോ, ഞാൻ ആ പേഴ്സണെ തമാശയ്ക്ക് പറ്റിച്ചു പക്ഷെ അത് മനസ്സിലായില്ല എന്നുള്ള ഒരു സന്തോഷം,
വിചാരിച്ചതുപോലെ പറ്റിച്ചു, പക്ഷെ അത് കണ്ടുപിടിച്ചില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കാറുണ്ടായിരിക്കാം. തമാശയ്ക്കാണ് കേട്ടോ, തമാശയ്ക്ക് പറയുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതായത് തമാശയ്ക്ക് നിങ്ങൾ പറ്റിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആ പറ്റിക്കുന്ന സമയത്ത് ബസ്സിനത് മനസ്സിലാക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മുഖത്തുള്ള ഒരു ചിരി ഉണ്ടല്ലോ, അത് കാണാൻ ആ പേഴ്സണ് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ചിരി ആ പേഴ്സണ് വളരെ ഇഷ്ടമാണ്. പക്ഷെ പ്രത്യേകിച്ചും ആ പേഴ്സണെ പറ്റിച്ചു എന്നുള്ള നിങ്ങളുടെ ഒരു ചിരി ഉണ്ടല്ലോ, ആ പേഴ്സൺ പറ്റിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഉള്ളൊരു ചിരി ഉണ്ടല്ലോ. പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ശരിക്കും പറ്റിച്ചു എന്നല്ല കേട്ടോ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, തമാശയ്ക്ക് വേണ്ടി പറ്റിക്കുന്ന കാര്യമാണ് പറയുന്നത്, തമാശയ്ക്ക് വേണ്ടി വെറുതെ കളിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് നിങ്ങളുടെ മുഖത്തുള്ളൊരു ചിരി, സന്തോഷമൊക്കെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പറ്റിക്കുകയാണെന്ന് മനസ്സിലായിട്ടും മനസ്സിലാക്കാത്തതുപോലെ ആ പേഴ്സൺ കാണിച്ചിട്ടുണ്ടായിരിക്കാം, പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചും ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ആ പേഴ്സൺ അറിയാം, അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല, അതും ഒരു കാരണമാണ് ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്. നിങ്ങൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഓടിയെത്തുന്ന കാര്യം എന്താണ്? രണ്ടാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്നാണ് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറുക എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണ്. ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ എന്നാണ് മാറുക, അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് ആ പേഴ്സൺ ഓർമ്മ വരുന്നത്. അത് എന്നാണ് മാറുക എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് എപ്പോഴാണ് ഇതിലൊരു മാറ്റം ഉണ്ടാവുക എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് രണ്ടാമതായിട്ട് ഓടിയെത്തുന്ന കാര്യം അതാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് ആ പേഴ്സൺ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കത്തെക്കുറിച്ചാണ് ആ പേഴ്സണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രണ്ടാമത്തെ കാര്യം അതാണ്, നിങ്ങളുടെ പിണക്കം അതാണ് എന്ന് പറയാം. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.